ഇന്നസെൻ്റെയൊക്കെ ഒരുപാട് സിനിമകൾ ഛായാഗ്രഹണം ചെയ്തിട്ടുള്ള, മലയാളത്തിൽ ഒരുപാട് നല്ല ഫ്രെയിമുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള, മനസ്സിനക്കരെ പോലെയുള്ള സിനിമകളിലെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ള, എൻ്റെ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ള അഴകപ്പൻ സാറ് നമ്മളോട് രണ്ടുപേരും സംസാരിക്കും. മനസ്സിനക്കരയിലെ അദ്ദേഹം അതിൻ്റെ കെമിസ്ട്രി വിത്ത് ജയറാം, അച്ഛനും മകനും ഉള്ള കെമിസ്ട്രി വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വർക്ക് ചെയ്ത ഒരു പടമാണ്. അപ്പോൾ ഇത് മലയാളത്തിൽ ഭയങ്കര ഹിറ്റായ ശേഷം കെ ബാലചന്ദ്ര സാർ ഒരു ദിവസം പുള്ളിയുടെ അസോസിയേറ്റ് എന്നെ വിളിച്ചു. ബാലചന്ദ്ര സാർ അഴകപ്പനെ കാണണമെന്നു. അങ്ങനെ ഞാൻ സാറെ കാണാൻ പോയി. സാറുടെ ഓഫീസിൽ പോയിട്ട് സംസാരിക്കുമ്പോൾ അഴകപ്പൻ മനസ്സിനക്കര നിങ്ങൾ ചെയ്തില്ലേ, വളരെ മനോഹരമായ ഫിലിം. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇന്നസെൻ്റ് ചേട്ടൻ്റെ കഥാപാത്രം. ആ പടം എനിക്ക് റീമേക്ക് ചെയ്യണമെന്ന്. ഉടനെ തന്നെ ഞാൻ പ്രൊഡ്യൂസർ സുബൈറെ വിളിച്ചു. ഇങ്ങനെ ബാലചന്ദ്ര സാർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് നമ്മുടെ പടം തമിഴിൽ ചെയ്യണമെന്ന്. അത് റേറ്റോണ് സംസാരിക്കേണ്ട, കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബാലചന്ദ്ര സാർ റെഡിയായി. ഒരു 15-20 ഡേയ്സ് കഴിഞ്ഞ് വീണ്ടും ഞാൻ മദ്രാസ് പോയപ്പം എന്നെ വീണ്ടും വിളിപ്പിച്ച് പുള്ളിയുടെ അസോസിയേറ്റായിരുന്ന താമിരാനൊരു അസോസിയേറ്റ്. അപ്പം ഞാൻ തിരിച്ച് വീണ്ടും പോയിട്ട് ഭയങ്കര ഹാപ്പിയായി. ഞാൻ ബാലചന്ദ്ര സാറുടെ കൂടെ വർക്ക് ചെയ്യുന്നല്ലോ മനസ്സിനക്കര. അങ്ങനെ അതേപോലെ ഒരേ ഒരു ഡൗട്ട് ആ പടത്തിൽ എനിക്ക് ഒരു പേടിയാണ്. എന്താണ് അതിൽ ഇന്നസെൻ്റ് ചെയ്ത കഥാപാത്രം ആരാണ് തമിഴിൽ ചെയ്യും, യു ഹാവ് എനി സജഷൻ ചോദിച്ചു. ഞാൻ 1 മിനിറ്റ് ആലോചിച്ച് തമിഴിലെ ആര് ചെയ്യുന്നത്, പല ആക്ടേഴ്സ് പേരും പറഞ്ഞു. അതൊന്നും ശരിയാവില്ല, ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം ചെയ്യാൻ വേറെ ഒരാളില്ല. ഞാൻ അതുകൊണ്ട് ആ പടം ചെയ്യുന്നില്ല. ആ മനസ്സിനക്കര അങ്ങനെ തന്നെ എൻ്റെ മനസ്സിലിരിക്കട്ടെ, അത് തമിഴിലെ ചീത്തയാക്കാൻ തന്നെ. കെ ബാലചന്ദ്ര പോലെ ഒരു ഡയറക്ടർ ഇന്നസെൻ്റ് ചേട്ടനെ പറഞ്ഞ ഒരു സംഭവമാണ്. അതേപോലെ ഇന്നസെൻ്റ് ചേട്ടൻ സുഖമില്ലാതിരിക്കുമ്പോൾ എൻ്റെ മോൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് ഞാൻ ഇന്നസെൻ്റ് ചേട്ടനെ മാത്രമേ വിളിച്ചില്ല. കാരണം വിളിച്ചാൽ ഡെഫിനറ്റായി ട്രിവാൻഡ്രം വരെ വരും, ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഇത്ര യാത്ര ചെയ്യണം. അപ്പോൾ എൻ്റെ വൈഫും പറഞ്ഞു നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണ്ട, പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ പറയാണ്. പക്ഷേ താലികെട്ടി എല്ലാം മുടിഞ്ഞോണ്ട് ഒരാൾ വന്ന് ഫ്രണ്ടിലെ സ്റ്റേജിൽ നിൽക്കുകയാണ്. എല്ലാവരും ഷോക്കായിപ്പോയി. ഇവിടെ ഞാൻ വിളിക്കാതെ വന്ന ഒരാൾ ഗസ്റ്റാണ്, ഞാൻ അറിയാൻ വന്ന് കല്യാണത്തിൽ വന്നതല്ല. മോനെ നിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്, നിൻ്റെ അപ്പൻ എന്നെ എന്തുകൊണ്ടാണ് ആ കല്യാണത്തിൽ വിളിച്ചില്ല, അതെനിക്ക് അറിയണം. അത് അറിഞ്ഞിട്ട് ഞാൻ പോകാമെന്ന് വെച്ചു. ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ഷോക്കായിപ്പോയി. ഹോൾ ഓഡിറ്റോറിയം പൊട്ടിച്ചിരിച്ചു. കാരണം ഒരു ഹ്യൂമറായിട്ട് തന്നെ ആ വിളിച്ചില്ല എന്ന് പറഞ്ഞ കംപ്ലൈൻറ്റ് വളരെ ഹ്യൂമണായിട്ട് അവതരിപ്പിച്ചപ്പം ഭയങ്കര വേറൊരു മൂഡുണ്ടാക്കി ആ കല്യാണ വീട്ടിൽ. സോ ഇന്നസെൻ്റ് ചേട്ടൻ ഞാൻ പറഞ്ഞത് ഒരു ശരിയ സംഭവങ്ങളാണ്. ഇതുപോലെ പലർക്കും പല അനുഭവങ്ങളുണ്ട്. വി വർ മിസ്സിങ് ഹിം.